ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പകിട്ടാർന്ന പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ലില്ലിപ്പില്ലിയെ പറ്റിയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഗാർഡനിലുള്ള ലില്ലിപ്പില്ലി. ചെറിയ ഒരു ഫ്രൂട്ടാണ് ഇത് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് വയലറ്റ്, പിങ്ക്, വൈറ്റ്, പിന്നെ പർപ്പിൾ, അങ്ങനെയൊക്കെ പല നിറത്തിൽ നമുക്ക് ഇത് കാണാൻ പല വെറൈറ്റി ഉണ്ട്. ഇത് ഓസ്ട്രേലിയൻ പ്ലാന്റ് ആണ്. പിന്നെ ഇത് ന്യൂസിലാൻഡിൽ മെങ്കി ആപ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ടോ, നമ്മൾ കുലകുത്തിയാണ് കായ്ക്കുന്നുണ്ട്. പൂവാണ് ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇച്ചിരി ഇത് ഞാൻ പറിച്ചത് ഇച്ചിരി കൂടി പഴുക്കാനുണ്ട്. ഇച്ചിരിയും കൂടി പിങ്ക് കളറാവും. പിന്നെ മഴയല്ല, എല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. അത് മാത്രമല്ല കിളി വന്ന് ഇതെല്ലാം കൊത്തി കഴിക്കുകയാണ്. ഇതാ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാമോ? ഇവർ ഇഷ്ടം പോലെ കൊലകുത്തി കായ്ക്കും. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാം പൊഴിഞ്ഞു പോവും. മഴ സമയത്ത് ഇത് കായ്ക്കും, വേനൽ സമയത്തും ഇത് കായ്ക്കുന്നതാണ്. പക്ഷേ നമുക്ക് കൂടുതൽ ഫ്രൂട്ട് കിട്ടുന്നത് സമ്മർ സീസണിലാണ്. കാരണം നമുക്ക് ഇതിങ്ങനെ പൊഴിഞ്ഞു പോകത്തൊന്നുമില്ല. എന്തായാലും നമുക്കിത് കഴിക്കാം. ഇത് നമുക്കൊരു ചെറിയ ഒരു ഉള്ളിച്ചാമ്പ എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നല്ല രസമൊക്കെ കാണാം. ഒരു ഫ്ലവർ ഷേപ്പാണ് ഇതിന് വരുന്നത് ഇവിടെ മണ്ടയ്ക്ക്. ഇത് ഇച്ചിരിയും കൂടി വലുപ്പം വരും. ഒരുപാടങ്ങ് വലുതാത്തൊന്നുമില്ല, പഴുത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുണ്ട് ഇങ്ങനെയാണ്. പിന്നെ ഇതുണ്ട്, നമ്മൾ ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത്. ചട്ടിയിൽ വേണമെങ്കിലും വെക്കാം. ഒരു ബുഷി പ്ലാന്റ് ആയിട്ടിരിക്കും. ഇത് ഫുള്ള് കൊലവത്തി കായ്ച്ച് ഇങ്ങനെ പിങ്ക് നിറമായാലും വൈറ്റ് കളറുണ്ട്. ഇങ്ങനെ കായ്ച്ച് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് കാണാൻ വളരെ കുഞ്ഞതാണെങ്കിലും ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. വൈറ്റമിൻസൊക്കെ ഒരുപാട് കണ്ടുള്ള നല്ല നമ്മുടെ സ്കിൻ കെയറിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ലില്ലിപ്പില്ലി എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ കൊമേഴ്ഷ്യലായിട്ട് ഫാമിങ് ചെയ്യുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റൊക്കെ വളരെ കുഞ്ഞതേ ഉള്ളൂ. ഇത് വളരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആയാലും ഫാമിങ്ങിന് പ്ലാന്റ്സ് ഇറക്കുന്നതായിക്കോട്ടെ. എന്തായാലും ഇത് അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ്. നമുക്കൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും വെക്കാം. അതോടൊപ്പം നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് നമ്മൾ പഴയ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ, പഴയ ചാമ്പയ്ക്കൊക്കെ കഴിക്കുന്ന ഒരു നൊസ്റ്റാൾജി ആയിരിക്കും. അത്രയും ജ്യൂസിയാണ്. അത് മാത്രമല്ല ആ ഒരു ചെറിയ പുളിയോടുകൂടിയുള്ള ഒരു മധുരമൊക്കെയാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. പിന്നൊരു കാര്യം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മറ്റുമൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ആൻഡ് യുവർ അഭിപ്രായങ്ങൾ അത് ഉറപ്പായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ദെൻ ദാറ്റ്സ് ഓൾ. താങ്ക് യു.